അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സ്നേഹമുള്ള മോമിനീങ്ങളെ, പരിശുദ്ധ റമദാനൊക്കെ കഴിഞ്ഞു. റമദാനിൽ നമ്മൾ ഒരുപാട് ഇബാദത്തുകൾ ചെയ്തു. രാവിലെ നമസ്കരിച്ചു, ഫിത്ർ നമസ്കരിച്ചു, അങ്ങനെ ഒരുപാട് ഇബാദത്തുകളൊക്കെ ചെയ്തു. റമദാൻ നമ്മളിൽ നിന്ന് കടന്നുപോയി. ഇനി ഒരു റമദാൻ വരുന്നത് വരെ നമ്മൾ ജീവിക്കുകയോ ഇല്ലയോ എന്ന യാതൊരു ലക്ഷ്യവും നമുക്കില്ല. അല്ലാഹു നമ്മളെ ഒരുപാട് റമദാൻ സ്വീകരിക്കാനും റമദാൻ ആദരിക്കാനും ബഹുമാനിക്കാനും നോറ്റു വീട്ടാനും ഒക്കെ അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. നമ്മൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഉമ്മത്തികളാണ്. റസൂലുള്ളാഹിന്റെ ഉമ്മത്തികൾക്ക് ഒരുപാട് മഹത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല കൽപ്പിച്ചിട്ടുണ്ട്. അത് നേടിയെടുക്കാൻ നമ്മളെല്ലാവരും പ്രയത്നിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഒരുപാട് വിഷയങ്ങൾ ഹദീസുകളിലും ഖുർആനിലും ഒക്കെ നമ്മളെ ഓർമ്മപ്പെടുത്തുന്നു. ഖുർആനിൽ പറയുന്നു, ഇന്നല്ലാഹ വ മലായികത്തുഹു യുസല്ലൂന അലൻ നബിയ്യ് യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമ. അല്ലാഹുവിന്റെ മലക്കുകളും മുത്ത് റസൂലുള്ളാഹിന്റെ പേരിൽ സലാത്ത് ചൊല്ലിക്കൊണ്ടേ ഇരിക്കുന്നു എന്ന് പറയുന്നു. അപ്പോൾ നമ്മൾ റസൂലുള്ളാഹിന്റെ ഉമ്മത്തികളാവുന്ന നമ്മളാണ് ഏറ്റവും കൂടുതൽ സലാത്ത് ചൊല്ലാൻ അർഹതപ്പെട്ടവർ ആയതുകൊണ്ട് ഒരു ദിവസം 1000 സലാത്തെങ്കിലും മുത്ത് റസൂലുള്ളാഹിന്റെ പേരിൽ നമ്മൾ ചൊല്ലുകയാണെങ്കിൽ മരിക്കുന്നതിന്റെ മുന്നേ റസൂലുള്ളാഹിനെ കണ്ടുകൊണ്ടല്ലാതെ നമ്മൾ മരിക്കുകയില്ല. തന്നെയുമല്ല, മദീനയിലെത്താതെ നമ്മൾ അല്ലാഹു നമ്മുടെ റൂഹിനെ പിടിക്കുകയുമില്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ അതിനു വേണ്ടി പ്രയത്നിക്കുക. 5 വഖത്ത് നമസ്കാരം കൃത്യമായി കൊണ്ട് നിർവഹിച്ചുകൊണ്ട്, മാതാപിതാക്കളെ സ്നേഹിച്ച് ബഹുമാനിച്ച് ആദരിച്ചുകൊണ്ട്, കൂട്ടുകുടുംബങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ദിവസം 1000 സ്വലാത്തുകളും ചൊല്ലിത്തീർത്തുകൊണ്ട് മുന്നോട്ട് പോയാൽ തീർച്ചയായും നമ്മളെ അല്ലാഹു പരാജയപ്പെടുത്തുകയില്ല. ഉന്നതങ്ങളിൽ നിന്ന് ഉന്നതങ്ങളിലേക്ക് നമ്മളെ എത്തിക്കുക തന്നെ ചെയ്യും. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറട്ടെ. നാം എല്ലാവർക്കും അതിനെ ദുആ ചെയ്തുകൊണ്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.